സൂഫിസത്തില് നെഫ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? എന്താണ് നെഫ്സ്? ഇറ്റ് ഈസ് എ റെപ്രസെൻറ്റേഷൻ ഓഫ് സെൽഫ് അല്ലെങ്കിൽ ഈഗോ എന്നാണ്. ഇതിന് ഒരു പേഴ്സൻ്റെ സ്പിരിച്വൽ ഡെവലപ്മെൻറ്റുമായിട്ട് നല്ല ബന്ധം തന്നെ ഉണ്ട്. അത് അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരാളുടെ ആഗ്രഹങ്ങൾ, ഇമോഷൻസ്, എന്താണ് ഒരു സെൽഫ് ഇമ്പോർട്ടൻസ്, അയാൾക്ക് തന്നെ കൊടുക്കുന്നൊരു വില എന്താണ്, അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താണ് എന്നതിനെയൊക്കെ ആസ്പദമാക്കിയിട്ട് നഫ്സ് എന്നുള്ളത് 7 ആക്കി തിരിച്ചിട്ടുണ്ട്. 7 ആയിട്ടാണ് സൂഫിസത്തിൽ പറയുന്നത്. 7 ലെവൽസ് ഓഫ് നഫ്സ് ആണുള്ളത്. അതിനെക്കുറിച്ച് കൂടുതൽ അറിയാം. അപ്പോൾ ഫസ്റ്റത്തെ ലെവലാണ് നഫ്സ് അൽ അമ്മാറ. കമൻറ്റിങ് ആണ് അതിൻ്റെ അർത്ഥം. നിയന്ത്രിക്കുന്ന മനസ്സ് അല്ലെങ്കിൽ ആജ്ഞാപിക്കുന്ന മനസ്സ് എന്നൊക്കെയാണ് ഇതിന് പറയപ്പെടുന്നത്. ഇത് ഏറ്റവും അടിസ്ഥാനപരമായ ഒരു തലമാണ്. സ്വാർത്ഥമായ ആഗ്രഹങ്ങളും പ്രേരണകളാലും നയിക്കപ്പെടുന്ന ഇതുപോലുള്ള പലപ്പോഴും പാപകരവും അധാർമികവുമായിട്ടുള്ള പ്രവർത്തനങ്ങളിലേക്കാണ് ഇത് നമ്മളെ നയിക്കുന്നത്. അതാണ് നഫ്സൽ അമ്മാറ എന്ന് പറയുന്ന നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ കമൻറ്റ് ചെയ്യുന്ന മനസ്സ്. ഓക്കെ, അടുത്തത് നഫ്സ് അൽ ലവ്വാമ, കുറ്റപ്പെടുത്തുന്ന മനസ്സ്. ഈ ഘട്ടത്തിൽ മനസ്സ് സ്വന്തം തെറ്റുകൾ തിരിച്ചറിയാൻ തുടങ്ങും. ചെയ്ത തെറ്റുകളെക്കുറിച്ച് കുറ്റബോധവും പശ്ചാത്താപമൊക്കെ തോന്നുകയും ചെയ്യും. ഇങ്ങനെയുള്ള ഒരു അവസ്ഥ തന്നെയാണ് നഫ്സൽ ലവ്വാമ അല്ലെങ്കിൽ ബ്ലെയിമിങ് മൈൻഡ് എന്ന് പറയുന്നത്. അടുത്തത് നോക്കാം, നഫ്സൽ മുൽഹിമ. നഫ്സ് അൽ മുൽഹിമ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രേരണ ലഭിക്കുന്ന മനസ്സ് അല്ലെങ്കിൽ പ്രേരണ ലഭിച്ച ഒരു മനസ്സ്, ഇൻസ്പയേർഡ് ആണ്. ഇവിടെ മനസ്സിന് ആത്മീയമായ പ്രേരണകൾ ലഭിക്കുകയും ശരിയും തെറ്റും തിരിച്ചറിയാനുള്ള ആന്തരിക ബോധത്തിൽ നയിക്കപ്പെടുകയും ചെയ്യുന്നു. ഇത് ആത്മീയമായ ഉൾക്കാഴ്ചകളോട് കൂടുതൽ സംവേദനക്ഷമത കാണിക്കുകയും സൽപ്രവൃത്തികൾ ചെയ്യാനുള്ള ശക്തമായ ആഗ്രഹം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ ഇതിൻ്റെയൊക്കെ ഇംഗ്ലീഷ് വാക്കുകൾ വേണമെന്നുള്ളത് ആളുകൾ പറയണം. അതായത് അതിൻ്റെ ഇംഗ്ലീഷ് വേർഡ്സ് ഇങ്ങനെയാണ്. അതായത് ദ സെൽഫ് ഗെയിൻസ് ഇൻസ്പിറേഷൻ, ഗെയിൻ ചെയ്ത് കഴിഞ്ഞു. പിന്നെ ഇന്നർ സെൻസിനെ ഗൈഡ് ചെയ്യുന്നുണ്ട്, റൈറ്റും റോങ്ങും തിരിച്ചറിയുന്നുണ്ട്. ഗ്രേറ്റർ സെൻസിറ്റിവിറ്റി ടു സ്പിരിച്വൽ ഇൻസൈറ്റ് അല്ലെങ്കിൽ സ്ട്രോങ്ങർ ഡിസയർ ഫോർ വെർച്വസ് ആക്ഷൻസ്. ഇതാണ് നഫ്സ് അൽ മുൽഹിമ അല്ലെങ്കിൽ ഇൻസ്പയർഡ്. അടുത്തത് നമുക്ക് വരുന്ന നഫ്സൽ മുത്മഇന്ന, ട്രാൻക്വിൽ എന്നാണ്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സമാധാനപരമായ ശാന്തമായ മനസ്സ്, സെൽഫ്, സ്വയം എന്നുള്ളതൊക്കെയാണ്. ഈ തലം എന്ന് പറയുന്നത് സമാധാനത്തിൻ്റെയും ശാന്തതയുടെയും അവസ്ഥയാണ് പ്രതിപാദിക്കുന്നത്. പല അധമമായ ആഗ്രഹങ്ങളെയും ഇത് മറികടന്നിട്ടുണ്ടാവും. ഓൾറെഡി അത് മറികടന്ന് കഴിഞ്ഞു. ഇപ്പോൾ ഇത് ശാന്തമായ ഒരു അവസ്ഥയിലാണ് ആ ഒരു സെൽഫ് എന്ന് പറയുന്നത്, നഫ്സ്. സോ ഇതിനെ പറയുന്നതാണ് നഫ്സൽ മുത്മഇന്ന അല്ലെങ്കിൽ ട്രാൻക്വിൽ അല്ലെങ്കിൽ ശാന്തമായ മനസ്സ്. അടുത്തതാണ് നഫ്സൽ റദിയ അല്ലെങ്കിൽ നഫ്സൽ റാദിയ അല്ലെങ്കിൽ തൃപ്തിപ്പെട്ട മനസ്സ്, ദ കണ്ടന്റ് സെൽഫ് എന്നാണ് പറയുന്നത്. അതിൻ്റെ അർത്ഥം എന്താണ്? വിധിയിലെല്ലാം തൃപ്തിയായിട്ട് ഇരിക്കുന്ന ആ ഒരു മനസ്സിനെയാണ്, എല്ലാത്തിനും തൃപ്തി കണ്ടെത്തുന്ന ഒരു മനസ്സിനെയാണ് നഫ്സൽ റാദിയ എന്ന് പറയുന്നത്. ഇത് ഉയർന്ന തലത്തിലുള്ള ആത്മീയ സ്വീകാര്യത, സമർപ്പണം ഒക്കെ പ്രകടിപ്പിക്കുന്ന ഒരു മനസ്സാണ്. എന്ത് തന്നെ വന്നാലും എനിക്കത് പ്രശ്നമല്ല, അങ്ങനെയുള്ള ഒരു ലെവലിലേക്ക് മനുഷ്യനെത്തുമ്പോൾ അതിന് പറയുന്നതാണ് നഫ്സൽ റദിയ അല്ലെങ്കിൽ കണ്ടന്റ് സെൽഫ്. ഇറ്റ് ഈസ് ദ whatever God has decreed or demonstrating a higher level of spiritual acceptance and submission. Next is nafs al mardiya, gratified self. അടുത്തത് നമുക്ക് നോക്കാനുള്ളതാണ് നഫ്സ് അൽ മർദിയ, ദൈവപ്രീതി ലഭിച്ച ഗ്രാറ്റിഫൈഡ് ആയിട്ടുള്ള മനസ്സ്, സെൽഫ് എന്നുള്ളത്. ദൈവത്തിൽ നിന്നുള്ള പൂർണ്ണമായ സംതൃപ്തിയും പകരമായി ദൈവത്തിന് പ്രിയപ്പെട്ടവരായി മാറുക എന്നതാണ് ഈ ഘട്ടത്തിൻ്റെ പ്രത്യേകത. അവർ ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവരായി മാറിക്കഴിഞ്ഞിട്ടുണ്ടാവും ഈ ഒരു ലെവൽ ഓഫ് നഫ്സിലേക്ക് വരുമ്പോഴത്തേക്കും. അടുത്തത് നഫ്സ് അൽ കലിമ അല്ലെങ്കിൽ സഫിയ അല്ലെങ്കിൽ പരിശുദ്ധമായിട്ടുള്ളത്,
എന്നുള്ളതാണ്. പ്യൂരിഫൈഡ് ആയിട്ടുള്ള ഒരു ലെവൽ ഓഫ് സെൽഫിനെയാണ് നഫ്സ് അൽ കലിമ എന്ന് പറയുന്നത്. ആത്മീയമായി പൂർണ്ണമായും സമ്പൂർണ്ണമായിട്ടും പരിശുദ്ധമായുള്ള ഒരവസ്ഥ, ശുദ്ധീകരിക്കപ്പെട്ട ഒരവസ്ഥ, മനസ്സിനെ അത്രത്തോളം കറക്റ്റ് ആക്കിയിട്ടുള്ള ഒരു അവസ്ഥയിലെ കൂടെ പോവുകയാണെങ്കിൽ അതിനെ നമ്മൾ നഫ്സ് അൽ കാലിമ എന്ന് പറയുന്നു. നഫ്സ് അൽ കലിമ അല്ലെങ്കിൽ സഫിയ, പ്യൂരിഫൈഡ് സെൽഫ് എന്ന് പറയുന്നു. അല്ലെങ്കിൽ സെൽഫ്ലെസ്, അത്രയും പ്യുവറായി കഴിഞ്ഞു. അതാണ് ഏറ്റവും ലാസ്റ്റത്തെ ലെവൽ ഓഫ് നഫ്സ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ പ്യൂരിഫൈഡ് സെൽഫ് ആൻഡ് ദീസ് ആർ ഓൾ ദ 7 ലെവൽസ് ഓഫ് നഫ്സ് ആൻഡ് വി ആർ മൂവിങ് ടുവേർഡ്സ് വാട്ട് പാത്ത് ഓഫ് സൂഫിസം. ഈ സൂഫിസത്തിൽ കുറേ പാത്സ് ഉണ്ട്. അതിലൊന്നാണ് മക്കാമ. മക്കാമയിലും കുറച്ച് കാര്യങ്ങളുണ്ട്. 7 ലെവൽസ് വരുന്നുണ്ട്. അതും കൂടെ കഴിഞ്ഞാൽ നമ്മളുടെ സൂഫിസത്തിലെ ടോപ്പിക്സ് കഴിയാണ്. ആ ഒരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു.